ഏറ്റവും ലേറ്റസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയി കാണുന്നത് HJT ടെക്നോളജി, ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാനൽ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ പാനലിലും ഉള്ള ഒരു പ്രശ്നമാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ എഫിഷ്യൻസി. ആ ടെമ്പറേച്ചർ മാക്സിമം ആയി വരുമ്പോൾ എഫിഷ്യൻസി കുറച്ച് കുറഞ്ഞു വരും. ഈ HJT പാനൽസിന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. കുറഞ്ഞ കോട്ട് വരുമ്പോൾ ആ പാനലിന്റെ എഫിഷ്യൻസി എത്രയാണ്, അത് ഏത് ഗ്രേഡിൽപ്പെട്ട പാനലാണ് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ വാറണ്ടീനെ എങ്ങനെ ബാധിക്കും അതെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പലരും ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ വീട്ടിലുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് താങ്കൾ പറഞ്ഞത് തോന്നുന്നു. ആ ഇൻവെർട്ടർ നോർമൽ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഇൻവെർട്ടർ. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സോളാർ കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റും. അത് ഒരു ലിമിറ്റഡ് ഇതിനകത്താ പറ്റുള്ളൂ. അത് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്ത് നമുക്ക് പ്രകടമായ കുറവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കയറി നോക്കി പാനൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് 5 വർഷം വാറണ്ടി ഉള്ളത്, 10 വർഷം വാറണ്ടി ഉള്ളതൊക്കെയാണ്. അത് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഓരോ സെൽസിനും ഇത്ര ചാർജിങ് സൈക്കിൾസ് യൂസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു 400 സൈക്കിൾസ് തുടങ്ങി 9000 സൈക്കിൾസ് വരെയുള്ള ബാറ്ററി അവൈലബിൾ ആണ്. അതിന് വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 9000 സൈക്കിൾസ് ഉള്ള ഒരു ബാറ്ററി സെല്ലാണ് ഉപയോഗിക്കണമെന്ന് 9000 ഡിവൈഡഡ് ബൈ 365 ഏകദേശം 20 വർഷത്തിന്റെ അടുത്ത് അതിന് ലൈഫ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഹായ്, വിഷയം പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സെഹീൽ. എൻ്റെ കൂടെ ഉള്ളത് അപ്പോളോ റിന്യൂവബിൾസിന്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ജിനീഷ് ജോൺ. വെൽക്കം. താങ്ക് യു സൈഡ്. എൻ്റെ പേര് ജിനീഷ് ജോൺ. അപ്പോളോ ട്രേഡ് ലൈൻസ്, അപ്പോളോ റിന്യൂവബിൾസ് എന്നൊരു സ്ഥാപനം ഞാൻ വൈറ്റില, എറണാകുളത്ത് നടത്തുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് സോളാർ ഫീൽഡിൽ നിലനിൽക്കുന്ന സ്ഥാപനമാണിത്. ഇപ്പോൾ സോളാർ പൊതുവെ കോമൺ ആണ് സത്യത്തിൽ, ഒരുപാട് വീടുകളിൽ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ബേസിക് ആയിട്ട് എന്താണ് സോളാർ, എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ബേസിക്കലി വാട്ട് ഈസ് സോളാർ എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ റൂഫ് ടോപ്പിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഒരു സോളാർ വൈദ്യുത നിലയം എന്ന് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് 3 തരത്തിൽ നിലവിൽ ഇപ്പോഴുണ്ട്. 1 ഓഫ് ഗ്രിഡ്, 2 ഓൺ ഗ്രിഡ്, 3 ഹൈബ്രിഡ്. ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് ഒരു സെർട്ടൻ ഏരിയയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു പവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത്യാവശ്യ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ നമുക്കത് എക്സ്പോർട്ട് നടക്കില്ല. KSEBയിലേക്ക് നമുക്ക് എക്സ്പോർട്ടിങ് നടക്കില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാറ്ററി സപ്പോർട്ട് വേണം. ഒരിക്കലും കറണ്ട് പോവില്ല എന്നൊരു ബെനിഫിറ്റ് അതിനകത്തുണ്ട്. ഓൺ ഗ്രിഡിൽ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംവിധാനം. നമ്മൾ KSEB ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഒരു ബാറ്ററി ബാക്കപ്പ് കൂടി ഉണ്ടാവും. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി ഒരിക്കലും കറണ്ട് പോവില്ല. ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ്. കൂടുതൽ വിശദമായ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റില് ഇപ്പോൾ ഒരു ഓണർ ഇതിൽ ഏത് സിസ്റ്റം വേണം എന്നുള്ളത് എങ്ങനെ ഡിസൈഡ് ചെയ്യും? നമ്മൾ ഒരു കസ്റ്റമറെ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ ബില്ല് വാലിഡേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബില്ല് കുറയ്ക്കാൻ വേണ്ടി മാത്രം ആണ്, അധികം എക്സ്പെൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഗ്രിഡ് സജസ്റ്റ് ചെയ്യും. ഇനി അവർക്ക് ഒരിക്കലും കറണ്ട് പോവരുത്, ഒരു പ്രശ്നം ഉണ്ടാകരുത്, ബാക്കപ്പ് വേണം, ആ രീതിയിൽ ചിന്തിക്കണവർക്കാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് സജസ്റ്റ് ചെയ്യും. KSEB ആയിട്ട് നമുക്ക് വേറെ ഇതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ മാത്രം ഇത് ചെയ്താൽ മതി എന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓഫ് ഗ്രിഡ് സജസ്റ്റ് ചെയ്യും. ഇത് കോസ്റ്റ് വൈസ് കമ്പാരിസണിൽ ഏതായിരിക്കും ഒരു അഡ്വാൻറ്റേജ്? കോസ്റ്റ് വൈസ് ഓൺ ഗ്രിഡ് നോർമൽ സിസ്റ്റത്തിന് തന്നെയായിരിക്കും കുറവ്. അതായത് പകല് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, നമുക്ക് ബാക്കപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഓൺ ഗ്രിഡ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ 3 ടൈപ്പ് സോളാർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത് പറഞ്ഞു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് പാരാമീറ്റേഴ്സിനെ അനുസരിച്ചിട്ടാണ് പറയാൻ പറ്റുക.
ഒരു കസ്റ്റമർക്ക് നല്ല ഹെവി ബില്ല് വരുന്നു, ആ ബില്ല് കുറയ്ക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് വെക്കണതായിരിക്കും നല്ലത്. ഇപ്പോൾ കറണ്ട് ഒരിക്കലും പോകരുത്, എല്ലാ ടൈമിലും നമുക്ക് ഇലക്ട്രിസിറ്റി ത്രൂ ഔട്ട് കിട്ടിക്കോളണം, ക്വാളിറ്റി ഇലക്ട്രിസിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡിലേക്ക് പോകാം. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയർ ആണ്, പക്ഷേ ലോങ് ടൈം യൂസേജിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാവുന്ന കേസാണ്. ലിഥിയം ബാറ്ററി പാക്കാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുക. മിനിമം 10 ഇയേഴ്സ് വാറണ്ടി അതിന് കിട്ടുന്നുണ്ട്. 15 ഇയേഴ്സ് 20 ഇയേഴ്സ് ഒക്കെ അതിൻ്റെ സൈക്കിൾസ് സപ്പോർട്ടുള്ള ബാറ്ററികളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. നല്ല ലാർജ് ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള നല്ല ബാറ്ററീസാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡിലേക്ക് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇച്ചിരി കൂടുതലായിരിക്കും. ഏതാണ്ട് ഇതിനേക്കാളൊരു 2 times കൂടുതൽ വരും അക്കോർഡിംഗ് ടു ബാറ്ററി കപ്പാസിറ്റി. ഓഫ് ഗ്രിഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകല് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്ഥാപനത്തിൽ ആണ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡ് വളരെ ലാഭകരമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു 10 kW ഓഫ് ഗ്രിഡാണ് വെക്കണേ, ഏതാണ്ട് പകൽ ടൈമിൽ അവിടെ ഒരു 6 kW അല്ലെങ്കിൽ 5 kW ഒക്കെ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഥിയം ബാറ്ററി പാക്ക് വെച്ചിട്ട് ഓഫ് ഗ്രിഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. പകൽ ലോഡ് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രിഡ് അത്ര പ്രിഫറബിൾ അല്ല. അതാണ് മിക്കവാറും വീടുകളിൽ പകല് കുറവായിരിക്കും, കൺസപ്ഷൻ കുറവായിരിക്കും, വൈകിട്ടായിരിക്കും, ജോലിക്ക് പോകണവരൊക്കെ ആയിരിക്കും, വൈകിട്ട് വരുമ്പോഴായിരിക്കും എല്ലാം വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് സ്റ്റോറേജിൽ നിന്നാണ് യൂട്ടിലൈസ് ചെയ്യണത്. ഡയറക്റ്റ് നമുക്ക് സോളാറിൽ നിന്നുള്ളത് പകൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറേ ലോസ് വരും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓഫ് ഗ്രിഡ് ഫീസിബിൾ ആയിരിക്കില്ല. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ പാരാമീറ്റേഴ്സ് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഓഫ് ഗ്രിഡ് ലാഭകരമാവും. ഇത്രയും നാൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററീസ് മാത്രം യൂസ് ചെയ്ത് ഓഫ് ഗ്രിഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഈ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂടുതൽ ഉള്ള കാരണം അതിൻ്റെ ബാക്കപ്പ് പ്രശ്നങ്ങളൊക്കെ കാരണം ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുമായിരുന്നു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് ലിഥിയം ബാറ്ററി വന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ബാക്കപ്പ് കാര്യങ്ങളും വാറണ്ടി കൂടുതലുള്ള കാരണം നമുക്ക് ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ആ സാമ്പത്തിക ചെലവിൻ്റെ ഒരു നല്ലൊരു കുറവ് വന്നിട്ടുണ്ട് ഈ ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി, ലിഥിയം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി. ഇപ്പോൾ ബാറ്ററിന്റെ കേസ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതൊക്കെ തരം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ലൈഫ് സ്പാനും കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ? നമ്മൾ ആദ്യമേ തുടങ്ങി ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഈ സോളാർ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C10 റേറ്റഡ് ബാറ്ററീസ് ഉപയോഗിച്ചാൽ മാത്രമേ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ലൈഫ് കിട്ടുള്ളൂ. ഇത് അറിയാതെ നോർമൽ ബാറ്ററി വെച്ച് ഉപയോഗിക്കുമ്പോൾ പിടിപിടി പെട്ടെന്ന് ബാറ്ററി കംപ്ലൈൻറ്റ് വരും. അതാണ് കൂടുതൽ ആൾക്കാരും ഇത് ബാറ്ററി അധികം നിൽക്കൂല എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും അനുസരിച്ച് ആ റേറ്റിംഗ് അനുസരിച്ച് വേണം വെക്കാനായിട്ട്. നോർമൽ ലെഡ് ആസിഡ് ട്യൂബുലർ ബാറ്ററി എന്ന് പറഞ്ഞാൽ C20 റേറ്റിംഗ് ഉള്ള ബാറ്ററികളായിരിക്കും. അത് നോർമൽ ഇൻവെർട്ടറിന് യൂസ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. സോളാർ ചാർജിങ്ങിൽ വരുമ്പോൾ ആംബിയർ ചേഞ്ച് വരുന്നുണ്ട്. 20 ആംബിയർ 30 ആംബിയർ ഒക്കെ വന്നിട്ടാണ് ചാർജ് വ്യത്യാസം. പെട്ടെന്ന് ചാർജിങ് ചിലപ്പോൾ 10 ആംബിയറിലായിരിക്കും, ചിലപ്പോൾ മാക്സിമം 15 ആംബിയർ 6 ആംബിയർ ഇങ്ങനെ മാറി വരും. ആ മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററിക്കകത്തുള്ള കെമിക്കൽ റിയാക്ഷനുള്ളൂ, അതിനകത്ത് മാറ്റം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിലും വോൾട്ടേജിലൊക്കെ വ്യത്യാസം വന്ന് കംപ്ലൈൻറ്റ് റേഷ്യോ കൂടുതലായിരിക്കും. ആ സമയം ലിഥിയം ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 50 ആംബിയർ 100 ആംബിയർ ഒക്കെ ചാർജിങ് ഡിസ്ചാർജിങ് ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിനകത്ത് ചേഞ്ച് വന്നു വെച്ചാൽ കുഴപ്പമില്ല. അതിനകത്ത് BMS ആക്റ്റീവ് BMS ഉള്ള കാരണം, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ള കാരണം അത് മാനേജ് ചെയ്തോളൂ. പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിലും നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് സ്റ്റോറേജ് എളുപ്പമായിരിക്കും. ഈ C10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മണിക്കൂർ ചാർജിങ് സൈക്കിളിൽ വരുന്ന ബാറ്ററി. മറ്റേത് 20 മണിക്കൂർ കൊണ്ടാണ് ചാർജ് ചെയ്യേണ്ടത്, എന്നാലാണത്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൽ ചാർജ് സോളാർ ചാർജർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആംബിയർ കാരണം അതിൻ്റെ പ്ലേറ്റിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത. ലിഥിയം അയണിൽ വരുമ്പോൾ ഈ പ്രശ്നമില്ല. ലിഥിയം ബാറ്ററിയിൽ വരുമ്പോൾ അത് മാക്സിമം 50 ആംബിയറും 100 ആംബിയറും സപ്പോർട്ട് ചെയ്യണ ബാറ്ററീസാണ്. സെപ്പറേറ്റ് നമുക്ക് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട്
നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ലിഥിയം ബാറ്ററി എത്ര ആംബിയറിൽ വന്നു കഴിഞ്ഞാൽ ആ ആംബിയറിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് പോകാനുള്ള സിസ്റ്റം ഉണ്ട് അതിനകത്ത്. ലിഥിയം ബാറ്ററിയിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് നോക്കേണ്ട ആവശ്യമുണ്ടോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്? ലിഥിയം ബാറ്ററി തന്നെ ലിഥിയം അയോൺ ഉണ്ട്, ലിഥിയം ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ പുതിയ പുതിയ ബാറ്ററീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഡിയം അയോൺ, അതിന്റെയൊക്കെ ചാർജിങ് ഇന്റഗ്രിറ്റിയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. നിലവിൽ ലിഥിയം ഫോസ്ഫേറ്റ് ആണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രിസ്മാറ്റിക് സെൽസ് വെച്ചിട്ടുള്ള ബാറ്ററീസ്. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ബേണാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, സേഫ്റ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ബാറ്ററിയൊക്കെ ഇപ്പൊ എത്ര വർഷം വാറണ്ടി കിട്ടും? നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 5 വർഷം വാറണ്ടി ഉള്ളത്, 10 വർഷം വാറണ്ടി ഉള്ളതൊക്കെയാണ്. അത് വരണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഓരോ സെൽസിനും ഇത്ര ചാർജിങ് സൈക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു 400 സൈക്കിൾസ് തുടങ്ങി 9000 സൈക്കിൾസ് വരെയുള്ള ബാറ്ററി അവൈലബിൾ ആണ്. അതിന് വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 9000 സൈക്കിൾസ് ഉള്ള ഒരു ബാറ്ററി സെല്ലാണ് ഉപയോഗിക്കണമെന്ന് 9000 ഡിവൈഡഡ് ബൈ 365, ഏകദേശം 20 വർഷത്തിന്റെ അടുത്ത് അതിന് ലൈഫ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോങ് യൂസേജിൽ വരുമ്പോൾ അത് നമുക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കുമല്ലോ. ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 5 വർഷം 6 വർഷം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അത്രയും അതിൽ കൂടുതൽ കിട്ടില്ല, ബാക്കപ്പ് കുറഞ്ഞു. പിന്നെ ഇതിനകത്ത് നമുക്ക് സെൽ വൈസ് നമുക്ക് റീപ്ലേസ് ചെയ്ത് സർവീസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ലോങ് ടൈം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാരണം കൊണ്ട് ഈ വാറണ്ടി പോവാനുള്ള ഒരു സാധ്യത ഉണ്ട്? വേറെ എന്തെങ്കിലും വാറണ്ടി പോകുന്നത് ഏത് ഇലക്ട്രോണിക് സാധനമാണെങ്കിലും ബേൺ ഓർ ബ്രേക്കേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഈ സോളാർ പാനലിലായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ 30 വർഷം വാറണ്ടി 25 വർഷം വാറണ്ടി എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതേപോലുള്ള സാഹചര്യത്തിൽ ഇതിനും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബാറ്ററി 2 ടൈപ്പ് ബാറ്ററിയാണ് പറഞ്ഞത്, ലിഥിയം അയോണും പിന്നെ ലെഡ് ആസിഡ് ബാറ്ററി. ഇതിന്റെ ഇപ്പൊ ഒരു പ്രൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ എത്ര വ്യത്യാസം എങ്ങനെയാണ്? ലെഡ് ആസിഡ് ബാറ്ററി വരുന്നത് മെയിൻ ആയിട്ട് 12 വോൾട്ടിലാണ്. അപ്പൊ 12 വോൾട്ട് ഒരു 150 ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കൊരു 12,000 രൂപ തുടങ്ങി ഒരു 15,000 രൂപ വരെ വില വരുന്നുണ്ട്. ഓരോ വാറണ്ടിയും കാര്യങ്ങളും ടൈംസ് അനുസരിച്ച് അത്രയും വില വരുന്നുണ്ട്. ഈ സെയിം ഈ 150 ലെഡ് ആസിഡ് ബാറ്ററി വെക്കുന്ന സ്ഥാനത്ത് നമുക്ക് 100 ലിഥിയം ബാറ്ററി വെച്ചാൽ മതി. അപ്പൊ അതിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 17,000 മുതൽ 22,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പൊ ഈ 150 ലെഡ് ആസിഡ് ബാറ്ററിയുടെ ബാക്കപ്പ് തന്നെ നമുക്ക് ഈ 100 നമുക്ക് കിട്ടും. ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. മറ്റേ സെല്ല് മാറ്റിയിട്ട് നമുക്ക് സർവീസ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒരു 5 കിലോവാട്ട് സോളാർ സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീടുകളിലാണെങ്കിൽ എത്ര? ഓഫ് ഗ്രിഡ് ആണോ അതോ ഹൈബ്രിഡ് ആണോ? രണ്ടിലും വരാണെന്നുണ്ടെങ്കിൽ മറ്റേ ലെഡ് ആസിഡിലാണെങ്കിൽ 5 ബാറ്ററി ഉപയോഗിക്കണം. 60 വോൾട്ട് അല്ലെങ്കിൽ 72 വോൾട്ടിലൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ 51.2 48 വോൾട്ട് ലിഥിയം ബാറ്ററി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. 5 യൂണിറ്റ് സപ്പോർട്ട് ചെയ്യും. 51.2 100 ലിഥിയം ബാറ്ററി. അതിന്റെ കോസ്റ്റ് നമുക്ക് നിലവിൽ 55,000 മുതൽ 1 lakh വരെ വരുന്നുണ്ട്, അക്കോർഡിംഗ് ടു വാറണ്ടി. ലിഥിയം അയോൺ ബാറ്ററി. ലെഡ് ആസിഡ് ആകുമ്പോൾ നമുക്ക് 60,000 to 80 ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഒരു 22,000 വ്യത്യാസം നിലവിൽ ഇപ്പോൾ വരുന്നുള്ളൂ. അതങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒറ്റ പാനലേ കാണുന്നുള്ളൂ, എല്ലാം ഒരുപോലെയാണ്. അത് എത്ര ടൈപ്പ് പാനൽ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ്? നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വന്ന പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിക്രിസ്റ്റലൈൻ പാനലാണ്. അപ്പോൾ KSEBയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ സൂര്യകിരണമൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോളിക്രിസ്റ്റലിനാണ്. അതൊരു 250 വാട്ട് തുടങ്ങി ഒരു 335 365 വാട്ട് വരെ മാക്സിമത്തിലാണ് പോയിരുന്നത്. അത് സിംഗിൾ സൈഡഡ് ആയിരുന്നു. അതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 കിലോ വാട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പാനൽസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഏരിയ കൂടുതൽ വേണം. മാത്രമല്ല അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മുതൽ 14% വരെയാണ് അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. അതിനുശേഷം മോണോപെർക്ക് പാനൽസ് വന്നു. മോണോപെർക്ക് പാനൽസിന് ഇച്ചിരി കൂടിയും എഫിഷ്യൻസി കൂടുതലായിരുന്നു. ഒരു 16-17%
എഫിഷ്യൻസി ഉള്ള മോണോ പെർക്ക് പാനൽസ് വന്നു. അതൊരു 360 വാട്ടേജ് തുടങ്ങി ഒരു 500 വാട്ട്സ് വരെ ഉള്ള റേഞ്ചിൽ ഇറങ്ങിയിരുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് മാക്സിമം വാട്ടേജ് കിട്ടാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് വന്നു. പിന്നീട് അതിന്റെ ബൈഫേഷ്യൽ വന്നു. രണ്ട് സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ വരാവുന്ന രീതിയിലുള്ള ബൈഫേഷ്യൽ പാനൽസ് വന്നു മോണോപെർക്ക് തന്നെ. അതിനുശേഷം ടോപ്പ് കോൺ പാനൽസിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടി. ഇപ്പം ഈ ബൈഫേഷ്യൽ നോർമൽ പാനൽസിലും 16 to 19% വരെ ആയിരുന്നു. ടോപ്പ് കോൺ വന്നു കഴിഞ്ഞപ്പോൾ 21 to 23% എഫിഷ്യൻസി ആയി. മാത്രമല്ല വാട്ടേജ് കൂടി. ഇപ്പം നിലവിൽ നമുക്കൊരു 760 വാട്ട്സ് വരെ ഉള്ളത് കോമൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1000-1200 വാട്ട്സ് വരെ ഉള്ളത് ഇറങ്ങിയിട്ടുണ്ട്. കോമൺ മാർക്കറ്റിലേക്ക് അധികമായിട്ടില്ല. നമ്മുടെ നോർമൽ മാർക്കറ്റിൽ നമുക്കൊരു 760 വാട്ട്സ് വരെയുള്ള ടോപ്പ് കോൺ പാനൽസ് അവൈലബിൾ ആണ്. അതിനകത്ത് എഫിഷ്യൻസി കൂടുതലാണ്. കുറഞ്ഞ ഏരിയയിൽ നമുക്ക് മാക്സിമം വാട്ടേജ് കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മാർക്കറ്റ് അവൈലബിൾ ആയി കാണുന്നത് HJT ടെക്നോളജി, ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാനൽ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ പാനലിലും ഉള്ളൊരു പ്രശ്നമാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ. എഫിഷ്യൻസി ആ ടെമ്പറേച്ചർ മാക്സിമം ആയി വരുമ്പോൾ എഫിഷ്യൻസി കുറച്ച് കുറഞ്ഞു വരും. ഈ HJT പാനൽസിന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ആ പീക്ക് ടൈമിൽ വരുമ്പോൾ ടെമ്പറേച്ചർ പീക്ക് ടൈമിൽ വരുമ്പോഴും ആ പ്രൊഡക്ഷനിൽ അധിക വ്യത്യാസമൊന്നും വരില്ല. അതാണ് നിലവിൽ ഉള്ള HJT ടെക്നോളജിയാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള ടെക്നോളജി. കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ ഏത് പാനൽ ചൂസ് ചെയ്യണം? കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ നിലവിലുള്ളതിനകത്ത് ടോപ്പ് കോൺ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. HJTയും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രൂവൻ നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ പ്രൂവ് ചെയ്ത് കിട്ടണം. അതിനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് വരാം. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോഴും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് ടോപ്പ് കോൺ പാനൽസ് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പാനലുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയും കോസ്റ്റ് വേരിയേഷൻസ് എത്ര അല്ല വരുന്നത്? കോസ്റ്റ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ വാട്ട് വെച്ച് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ HJT ടോപ്പ് കോൺ നോർമൽ പാനലൊക്കെ ആയിട്ട് ഒരു പെർ വാട്ട് 2 രൂപയുടെ ഒക്കെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഒരു പിന്നെ എല്ലാ പാനൽസിനും ഈ പറഞ്ഞ ഗ്രേഡിംഗ് ഉള്ള പാനൽസ് ഉണ്ട്. ആ എ ഗ്രേഡ് പാനൽസ് വരുമ്പോൾ വീണ്ടും ഒരു 2 രൂപയുടെ ഒക്കെ വ്യത്യാസം വരാൻ. അതാരും അങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാറില്ല. അത് വരണത് അതിന്റെ ഒരു ഗുണം വന്നത് എപ്പോഴും നമുക്കൊരു റീപ്ലേസ്മെന്റ് വരുമ്പോഴാണ്. ആ റീപ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്ക് തന്നെ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പാനലിന് എഫിഷ്യൻസി കുറവാണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺസിക്യൂട്ടീവ് 3 days നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ നോക്കി അതിൻ്റെ ഒരു മീൻ വാല്യൂ സെറ്റ് ചെയ്തിട്ട് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സമയത്ത് ഒരു പാനലിന്റെ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻസിലാണ് നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി പറയണത്. ഇപ്പൊ അവർ ഇതേപോലെ ഒരു ക്ലോസ്ഡ് ലാബ് സെറ്റിങ്സിൽ അവരെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കിട്ടില്ല. അപ്പൊ അത് ക്ലെയിമിങ്ങിലേക്ക് വരുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗ്രേഡഡ് പാനൽസ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇപ്പൊ ഇത്രയും ലോങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 20 വർഷം 30 വർഷത്തേക്ക് കണക്കൂട്ടി വരുമ്പോൾ ഒരു 2 രൂപ എക്സ്ട്രാ ചെലവാക്കുക എന്ന് പറയുന്നത് ഇത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു 5 കിലോവാട്ടിന്റെ റേഞ്ചിൽ പറയുമ്പോൾ നമുക്ക് എത്ര എക്സ്പെൻസ്? 5 കിലോവാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു 8,000 മുതൽ 10,000 രൂപയുടെ വ്യത്യാസം വരാം. ഇപ്പൊ എല്ലാവരും ഒരു സോളാർ വെക്കുമ്പോൾ കൊട്ടേഷൻ നോക്കിയിട്ട് ഏറ്റവും കുറവ് ഏതാന്ന് നോക്കിയിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ആ കുറവ് എങ്ങനെ വരണോ എന്നൊന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. ഇപ്പം ഇത്രയും വർഷത്തേക്ക് വെക്കുമ്പോൾ ഇപ്പം അതിൻ്റെ ഡീഗ്രഡേഷനും കാര്യങ്ങളെല്ലാം കണക്കൂട്ടി വരുമ്പോൾ ആ ഗ്രേഡഡ് പാനൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡീഗ്രഡേഷൻ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ലോങ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനം വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ ഡീഗ്രഡേഷൻ കുറഞ്ഞ പാനൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്? കുറഞ്ഞ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഈ കൺവേർഷൻ റേറ്റ് വരുമ്പോൾ തന്നെ ഈ ക്രിസ്റ്റലൈൻ പോളിക്രിസ്റ്റലൈൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പറഞ്ഞ HJT വരുമ്പോൾ ആ ലെവല് കുറഞ്ഞു ഡിഗ്രഡേഷൻ കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞ സോളാർ സിസ്റ്റം ആണ് പൊതുവെ ആളുകൾ നോക്കിയിട്ട് കൊട്ടേഷൻ എടുത്തിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റിയിലും അതിൻ്റെ എഫിഷ്യൻസിയിലൊക്കെ കുറവുണ്ടാവാം. ഈ എഫിഷ്യൻസി എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ അതിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യമേ ചെറിയൊരു തിരുത്തുണ്ട്. എല്ലാവരും കുറഞ്ഞ കൊട്ടേഷൻ നോക്കി മാത്രമല്ല ചെയ്യണം, വളരെ നല്ല രീതിയിൽ പഠിച്ച് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാലും ആ ചോദ്യം റെലവൻ്റ് ആണ്.
ഈ കുറഞ്ഞ കോട്ട് വരുമ്പോൾ ആ പാനലിന്റെ എഫിഷ്യൻസി എത്രയാണ്, അത് ഏത് ഗ്രേഡിൽപ്പെട്ട പാനലാണ് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ വാറണ്ടീനെ എങ്ങനെ ബാധിക്കും അതെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ എഫിഷ്യൻസി എങ്ങനെയൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുറയാം, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ് ലെവൽ തുടങ്ങി തന്നെ പറയേണ്ടി വരും. മാനുഫാക്ചറിങ് ലെവലിൽ ഇത് ഒന്ന് സാൻഡ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. പാനലിൽ ഈ മോഡ്യൂൾ വെച്ചിട്ട് അതിന്റെ മീതെ ഗ്ലാസ് വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്യും. ആ സാൻഡ്വിച്ചിങ്ങിൽ എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാൻഡ്വിച്ച് ആ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഡിഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലോ കോസ്റ്റ് വരണ ഇതിനകത്ത് മിക്കതിലും ഈ സാൻഡ്വിച്ചിങ് മെഷീൻസ് ഒക്കെ ലേസർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെൽ ഡിഗ്രഡേഷൻ സംഭവിക്കും. പിന്നെ പറഞ്ഞത് നമ്മളുടെ എറർ കൊണ്ടാണ്. നമ്മൾ ഈ സാധനം മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറെ നാളത്തേക്ക് നമുക്ക് ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളൊക്കെ, പിന്നെ അത് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഒരു ദിവസം കയറി നോക്കി കഴിഞ്ഞായിരിക്കും അതിൻ്റെ മുകളിൽ നിറയെ പായലൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് ഇരിക്കുന്നത്. പാനൽ ക്ലീനിങ് നമുക്ക് റിമോട്ട് മോണിറ്ററിങ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നമ്മളൊരു നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്ത് നമുക്ക് പ്രകടമായ കുറവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ കയറി നോക്കി പാനൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേറെ കെമിക്കലൊന്നും യൂസ് ചെയ്യണം, നല്ല വെള്ളം ഒഴിച്ച് തന്നെ മോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവും. പിന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ മൈൽഡ് ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ഇത് എത്ര ഫ്രീ? പിന്നെ മോഡ്യൂളിന്റെ എഫിഷ്യൻസി, ഇപ്പോൾ ക്വാളിറ്റി മോഡ്യൂൾസ് അല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡിഗ്രഡേഷൻ വരാം. അപ്പൊ അതൊക്കെ നോക്കി അത് ഏത് രീതിയിലുള്ള, അപ്പൊ അവരുടെ അതിന്റെ സിസ്റ്റം ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടിൽ അവർ പറയുന്നുണ്ടാവും ഇത് മോഡ്യൂളിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, അതിന്റെ ഡയഗ്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെക്കുക. ഇതിപ്പോ ഒരു സാധാരണക്കാരൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. സാധാരണക്കാരൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ചോദിക്കണം, എനിക്ക് ഇത്ര നാളത്തേക്കാണ് വേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റാളർ ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വെറുതെ ഒരു ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്താൽ പോരല്ലോ. നാളെ ഒരിക്കൽ കാണുമ്പോൾ അവൻ ഇത് ചെയ്തു പറഞ്ഞില്ല, എനിക്ക് പറഞ്ഞു തരണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു, അത് പറഞ്ഞു തന്നില്ല, അവൻ കൊണ്ടുവന്ന് വെച്ചു, ഇപ്പൊ അങ്ങനെയായി എന്ന് പറയാൻ പാടില്ല. അപ്പം നമുക്ക് നിലവിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്യാൻ. കൂടുതലും നമ്മൾ പ്രൊസ്യൂമറും ഇതേപോലെ തന്നെ ചോദിക്കണം. മാക്സിമം നമുക്ക് ഡൗട്ട്സ് ഉള്ളതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ എഫിഷ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോൾ നമ്മൾ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഇപ്പോൾ ഒരു പ്രധാന ഘടകമായിട്ട് പറഞ്ഞു. അതിപ്പോൾ ഒരു എത്ര ഫ്രീക്വന്റ് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നാണ്? അത് ഡിപ്പെൻസ്, അത് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് തന്നെ. ഇപ്പോൾ ഒരുപാട് കാറ്റും ഇപ്പോൾ പൊടിയുള്ളൊരു നല്ലൊരു സ്ഥലമാണെന്ന് ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഏരിയയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോണിറ്ററിങ് നോക്കിയിട്ട് ഒരുപാട് കുറയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറി ചെയ്താൽ മതി, എപ്പോഴും ചെയ്യണമെന്നില്ല. അതെ. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വാൻസ്ഡ് സിസ്റ്റം എന്തെങ്കിലും? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം മറ്റേ വാട്ടർ ജെറ്റ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് അത്ര എഫക്റ്റീവ് അല്ല. നമ്മൾ ഹോം പർപ്പസിന് നമ്മൾ അത്ര കോംപ്ലക്സിറ്റി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നോർമലായിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ 5 കിലോവാട്ട് സിസ്റ്റം 2 ലക്ഷം രൂപ കൊടുത്ത് ചെലവാക്കി വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി 50,000 രൂപ സാധനം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പലരും ഭയങ്കര ഇതായിട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ 5 കിലോവാട്ട് സാധനം വെച്ചിട്ടുള്ളൂ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം വെച്ചാൽ എങ്ങനെയുണ്ട്, വാട്ടർ ജെറ്റ് വെച്ചാൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. ആ സമയം ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് ടൈം ലാഭിക്കാം. ഇതിപ്പോ ഒരു വീട്ടിലെ ഒരു പയ്യനുണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അവനൊരു എക്സർസൈസും ആയി, ഇത് ക്ലീൻ ആവുകയും ചെയ്തു. അതിന് ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സാധനമാണ് ഇൻവെർട്ടർ. ഇപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും അത് ആൾറെഡി വീട്ടിലുണ്ട് എന്ന് പറയും. അപ്പൊ ഈ സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറും വീട്ടിലുള്ള ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസം എത്ര? സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ഗ്രിഡ് ടൈ ഇൻവെർട്ടറാണ്. അതായത് സോളാറിൽ നിന്ന് വരുന്നത് DC കറണ്ട് ആണ്. ആ DC കറണ്ടിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ. അപ്പോൾ പലരും ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ വീട്ടിലുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് താങ്കൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ആ ഇൻവെർട്ടർ നോർമൽ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഇൻവെർട്ടർ. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സോളാർ കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റും, അത് ഒരു ലിമിറ്റഡ് ഇതിനകത്താ പറ്റുള്ളൂ, അത് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കൺവെർഷനും ഉണ്ട്,
നോർമൽ DC പവറിനെ കൺവേർട്ട് ചെയ്ത് AC ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ വയ്ക്കുന്നത്. ഇത് ഒറ്റ ടൈപ്പ് ഇൻവെർട്ടർ ഉള്ളൂ അതോ അല്ല, അതിനകത്ത് തന്നെ നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട്. ഓഫ് ഗ്രിഡും സെപ്പറേറ്റ് ആണ്? ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ ഒരു ഓഫ് ഗ്രിഡ് സെക്ഷനും ഉണ്ട്, ഓൺ ഗ്രിഡ് സെക്ഷനും ഉണ്ട്. ഓൺ ഗ്രിഡ് സെപ്പറേറ്റ് ഇൻവെർട്ടർ. അതിനകത്ത് ഉപയോഗിക്കുന്നത് MPPT സിസ്റ്റം. ഇതിനകത്ത് MPPT തന്നെയാണ് കൺവേർഷൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് 2 ഓഫ് ഗ്രിഡ് സെക്ഷനും ഓൺ ഗ്രിഡിനും വേണ്ടിയിട്ട് ഉള്ള MPPT സെക്ഷൻ ഉണ്ട്. മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആൾറെഡി ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരു ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഹൈബ്രിഡിലേക്ക് 100% ഹൈബ്രിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ മാറ്റി വെക്കുക തന്നെ വേണ്ടി വരും. അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് പോണ സമയത്ത് ഇപ്പൊ നമ്മളുടെ മുകളിലിരിക്കുന്ന സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഒരു കൺവെർട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ നിലവിൽ നമ്മൾ വേറെ ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടറിലേക്ക് നമുക്ക് വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 12 വോൾട്ട് ആണെങ്കിൽ ആ 12 വോൾട്ട് ലെവലിലുള്ള ഒരു കൺവെർട്ടർ വെച്ചിട്ട് അത് ചാർജ് ചെയ്ത് ആ പകൽ സമയത്ത് ഡയറക്റ്റ് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട്. ചീപ്പായിട്ട് ചെയ്യാവുന്ന സംഭവം അതാണ്. ഫുൾ ഇൻവെർട്ടർ ഹൈബ്രിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്ത് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇൻവെർട്ടറിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് എല്ലാം സെപ്പറേറ്റ് ഇൻവെർട്ടേഴ്സ് ആണ്. അതിന്റെ ഒരു 5 കിലോവാട്ട് യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇൻവെർട്ടറിന്റെ കോസ്റ്റിന്റെ വേരിയേഷൻ ഒക്കെ എത്രത്തോളം വ്യത്യാസം? ഇപ്പൊ ഒരു 5 കിലോവാട്ട് ഇൻവെർട്ടർ മാത്രമായിട്ടുള്ള പ്രൈസ് ആണോ നോക്കുന്നത്? 5 കിലോവാട്ട് നോർമൽ ഓഫ് ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 45,000 50,000 ആ റേഞ്ചിൽ ഇൻവെർട്ടറിന്റെ പ്രൈസ് വരും. ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് 5 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 25,000 30,000 റേഞ്ചിൽ വരും സിംഗിൾ ഫേസിന്. 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 45,000 50,000 ആ റേഞ്ചിൽ വരും 5 കിലോവാട്ട്. ഹൈബ്രിഡ് 5 കിലോവാട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1,45,000 1,60,000 ആ റേഞ്ചിൽ വരും. അത് ഇച്ചിരി കോസ്റ്റ്ലിയറാണ്, 3 ടൈംസ് കോസ്റ്റ്ലിയറാണ്. ഇത് ഒരുപാട് ബ്രാൻഡ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു വാറണ്ടി കേസിലൊക്കെ പോകും. വാറണ്ടി ഇപ്പൊ മിനിമം 7 years വാറണ്ടി ഡിഫോൾട്ട് എല്ലാ കമ്പനീസും തരുന്നുണ്ട്. പിന്നെ എക്സ്റ്റൻഡഡ് 15 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന വാറണ്ടിയും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഓൺ സൈറ്റ് കമ്പനി വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു വെണ്ടറാണ് വെക്കുന്നതെങ്കിൽ കൂടി അത് വാറണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവും. കമ്പനി ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി ടെക്നീഷ്യൻ വന്നിട്ട് നമ്മൾക്ക് നോക്കി അത് ക്ലിയർ ചെയ്ത് പോണ ഒരു ഇപ്പൊ ഇതിനകത്തുള്ളൊരു കോൺട്രവേഴ്സി ഇരിക്കുന്നത് പല കമ്പനികളും വേണ്ട രീതിയിൽ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നില്ല, ഡിലേ വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കസ്റ്റമർ ഒരു സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ല് കുറയ്ക്കുക എന്നുള്ള ഒരു ഇതിനകത്താണല്ലോ വരുന്നത്. അപ്പോൾ ഈ കംപ്ലൈന്റ് ആയിട്ട് 1 മാസം 2 മാസമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അത്ര പ്രൊഡക്ഷനിൽ ലോസ് വരാണ്, ബില്ല് വീണ്ടും അടയ്ക്കുകയാണ്. 250 രൂപ 300 രൂപ മിനിമം ചാർജ് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വീണ്ടും 4,000 5,000 രൂപയൊക്കെ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാളറുടെ അടുത്താണ് അവർ കാണുന്നത്, ഇൻസ്റ്റാളറെയാണ്, അവരുടെ അടുത്താണ് മുഷിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഡിലേ ഒഴിവാക്കാനായിട്ട് കമ്പനീസും എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഓൺ സൈറ്റ് ഡയറക്റ്റ് കമ്പനി വാറണ്ടി, പിന്നെ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഹോം പർപ്പസിലുള്ള 3 കിലോവാട്ട് 5 കിലോവാട്ട് 10 കിലോവാട്ട് വരെയുള്ള സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കമ്പനീസ് സെലക്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റും.